ശബ്ദം ഒരു ദൂതായിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. കേൾപ്പിച്ച 2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് വായിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. വായിക്കാൻ ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം. 24-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 38. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 38. അവരവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? മതി. 2 ചോദ്യങ്ങൾ. ആ 2 ചോദ്യം കേട്ടപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഓർത്തു, ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ ഓർത്ത് ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ചോദ്യം കിട്ടി. പക്ഷേ എന്നോട് പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. എന്താ സംസാരിക്കേണ്ടത്, ഏതാ സംസാരിക്കേണ്ടതെന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വലിയ വെളിപ്പെടുത്തി തന്ന ചിന്തകളാണ് പങ്കുവയ്ക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. 2 ചോദ്യങ്ങൾ. നിങ്ങൾ കലങ്ങുന്നത് എന്ത്? കർത്താവ് പറയാണ്, നിങ്ങളുടെ ഉള്ളം കലങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന പലരിലെയും ഹൃദയത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ചിന്തയാണ് കലങ്ങുന്ന ഒരു ഹൃദയം. പലതിനെ ചൊല്ലി കലങ്ങുന്ന ഒരു ഹൃദയം. എന്തൊക്കെയോ ചില വിഷയങ്ങൾ വന്ന് ആകെ കലങ്ങിയിരിക്കുകയാണ്. രണ്ടാമത് വന്നത് ഇങ്ങനെയാണ്, ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത്. സംശയം ഉണ്ടാകുന്നു, എന്തോ സംശയങ്ങൾ, കുറെ കാര്യങ്ങൾ സംശയം വരികയാണ്. അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ചില കാര്യത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ സംശയങ്ങൾ വരുന്നുണ്ട്. അതിന്റെ 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കണ്ടു കഴിയുന്നു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം തുറന്നു. ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ കർത്താവിന് ഇന്ന് പറയാനുള്ള ഒരു ദൂത് എന്താ അറിയോ? നിങ്ങൾക്ക് നിന്റെ നടുവിൽ കർത്താവ് വന്നിട്ടുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ആശ്വാസം വന്നു. ഉള്ളം കലങ്ങിയിട്ടുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്, എന്തുകൊണ്ടെന്നുള്ള സംശയം വന്നിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, ഇത്തരം പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഇവരുടെ മധ്യേ വന്നിട്ടുണ്ട്. ഞാൻ ഇവരുടെ മധ്യേ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് ഇവർക്ക് സമാധാനം കൊടുക്കാൻ പോവുക. കലങ്ങുന്ന വിഷയത്തിന് ദൈവം സമാധാനം കൽപ്പിക്കുകയാണ്, ഈ ഭവനത്തിൽ സമാധാനം കൽപ്പിക്കുകയാണ്. കർത്താവിന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോഴും പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ ആ ഭവനത്തിൽ സമാധാനം പറയാനാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ട് നമുക്കറിയാൻ കഴിയുന്നത് സമാധാനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സമാധാനം ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പല വിഷയങ്ങളിൽ നമുക്ക് സംശയം വരാറുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം, അതുപോലെ രോഗങ്ങള് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതേപോലെ നമുക്ക് സംശയങ്ങളൊക്കെ ധാരാളം വരാറുണ്ട്, ഉള്ളം കലങ്ങാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉള്ളം കലങ്ങുന്നതെന്നുള്ള ചില കാരണങ്ങൾ പറഞ്ഞിട്ട് ബാക്കി ചിന്തയിലേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഉള്ളം കലങ്ങുന്നതിന്റെ കാരണങ്ങൾ. ഒന്നാമത് ഉള്ളം കലങ്ങാണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പത്രോസ് 3-9 വാക്യം. 2 പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 9. ഈ സംശയവും ഉള്ളം കലങ്ങുന്നതിന് കാരണമാണ്. എന്താണ്? ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാക്തത്വം നിവർത്തിപ്പാൻ ഈ സംശയമൊക്കെ വരാൻ കാരണം ഇതാ, വാക്തത്വം നിവർത്തിക്കാൻ ഒരു അല്പം താമസം വന്നിട്ടുണ്ട്. കർത്താവ് വാക്തത്വം നൽകിയിട്ടുണ്ട് ഈ ഭവനത്തിന്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വാക്തത്വം നൽകിയിട്ടുണ്ട്. പക്ഷെ ആ വാക്തത്വം നിവർത്തിക്കാനായിട്ടൊരു താമസം വന്നു. 2025 നിവർത്തിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. 2025 കർത്താവിന്റെ വാക്തത്വം നിവർത്തിക്കപ്പെട്ടില്ല. അതാണ് ഒരു സംശയം വന്നത്. ഉള്ളം കലങ്ങി, എന്താ ഇങ്ങനെ നടക്കാത്തത്, എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സംശയം വന്നു. ഞാൻ പ്രസംഗിക്കുന്നത് കോണ്ടസ്റ്റിൽ മെത്തേഡിലല്ല സംസാരിക്കുന്നത്, ഇതിലെ കോണ്ടസ്റ്റ് എടുത്തിട്ടല്ല സംസാരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സ്പിരിച്വൽ കോണ്ടസ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം കർത്താവിന്റെ വരവിനെ കുറിച്ചാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം ചോദ്യത്തിന് മറുപടിയായിട്ട് കർത്താവ് ഓർമ്മപ്പെടുത്തിയതാ. എന്താ പറയുന്നത്? വാക്തത്വം ലഭിച്ച ദൈവമക്കളെ, വാക്തത്വം താമസിക്കുന്നത് കാണുമ്പോൾ സംശയം വരുമില്ലേ? സംശയം വരും. സ്നാപക യോഹന്നാന് സംശയം വന്നായിരുന്നു. കാരണം എന്താ? കർത്താവിന് വഴിയൊരുക്കിയ മനുഷ്യനാ, കർത്താവിന് മുന്നോടിയായിട്ട് വന്ന മനുഷ്യനാ, കർത്താവിനെ സ്നാനപ്പെടുത്തിയ മനുഷ്യനാ, എല്ലാ കാര്യത്തിലും കർത്താവിന് വേണ്ടി നിന്നൊരു മനുഷ്യനാ. എന്നിട്ട് യോഹന്നാൻ ഇപ്പോൾ തടവറയിലായ സമയത്ത് പകരമായിട്ട് യേശു ഒന്നും ചെയ്തില്ല. യോഹന്നാൻ പ്രതീക്ഷിച്ചത് എന്താ? യേശു ശിഷ്യന്മാരും കൂടെ വന്ന് തടവറ തുറന്ന് മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു സ്വപ്നം കണ്ടു, ഒന്നും സംഭവിക്കുന്ന കാണുന്നില്ല. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ സംശയം വന്നു, വരുവാണല്ലോ നീ തന്നെയൊന്നൊരു സംശയം വന്നു. കാരണം എന്താ? തിരിച്ചൊന്നും ചെയ്യുന്നില്ല, കർത്താവ് ഒന്നും ചെയ്യുന്നില്ല എന്നോർത്ത് ഒരു സംശയം വന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ധാരാളം കാര്യങ്ങൾ ഇതുപോലെ ഉദാഹരണം നമുക്ക് പറയാനായിട്ട് കഴിയും. ജോസഫിന് സ്വപ്നം കിട്ടി, പക്ഷെ സ്വപ്നം നിവർത്തിക്കാനായിട്ട് ഒത്തിരി താമസമുണ്ട്. ദൈവത്തിന്റെ വാക്തത്വം താൻ
അത് നിവർത്തിച്ചെടുക്കാനുള്ള സമയം നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാ അത് നടക്കാൻ പോകുന്നത് അറിഞ്ഞുകൂടാ. സ്വപ്നം കണ്ടു, പക്ഷെ കൊട്ടാരത്തിലെത്തണമെങ്കിൽ അല്ലെങ്കിൽ ആ സിംഹാസനത്തിലെത്തണമെങ്കിൽ ആ പദവിയിലേക്ക് എത്താനായിട്ട് ഒത്തിരി താമസം വന്നു. അങ്ങനെ താമസം വന്നപ്പോഴാണ് ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആ പാനപാത്ര ബാബാവിനോട് പറഞ്ഞത്, എന്നെ രക്ഷിക്കാനായി യാതൊരു വഴിയും കാണാനില്ല, ഇതൊന്ന് പുറത്തിറങ്ങാൻ ഒരു വഴിയും കാണാനില്ല, നീയെങ്കിലും ഒരു ഉപകാരം ചെയ്യണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറയണം, ഒരു അവസരം കിട്ടുമ്പോൾ ഒരു നിരപരാധിയായ ജോസഫ് ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നുണ്ടെന്ന് രാജാവിനോടൊന്ന് പറയണം. ആർക്കാരെങ്കിലും സംശയം വരും, ഉള്ളം കലങ്ങുകയാണ്, എന്നാ എനിക്ക് ഈ സ്വപ്നം നിവർത്തിക്കാൻ പോകുന്നത്. ഒരു ദർശനം കിട്ടുന്ന ആളാണ്, വെളിപ്പാട് കിട്ടുന്ന ആളാണ്, പക്ഷെ എന്ന് പുറത്തിറങ്ങുമെന്നുള്ള കാര്യം മാത്രം വെളിപ്പെടുത്തിയില്ല. ഇതാണ് ഇതിന്റെ പ്രശ്നം. വാഗ്ദത്തം ദൈവം പറഞ്ഞു, ആ വാഗ്ദത്തം നിവർത്തിക്കുന്ന സമയം സാധാരണ വെളിപ്പെടുത്തി കൊടുക്കാറില്ല. ആ നിവർത്തിക്കുന്ന സമയം കൃത്യമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കാറില്ല. കർത്താവിന്റെ വരവ് മാത്രമല്ല, ഏത് വിഷയങ്ങളിലുമുള്ള കാര്യം എങ്ങനെയാണ്, ആ നിവർത്തിക്കുന്ന സമയം വെളിപ്പെടുത്തി കൊടുക്കാറില്ല. അപ്പൊ നമുക്ക് ഉള്ളം കലങ്ങും, സംശയം വരും. എന്നാൽ ഇതുപോലെ സംശയങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അഭിഷേകം തലയിൽ വന്ന് വീണു. ആരുടെ? ദാവീദിന്റെ തലയിൽ അഭിഷേകം കൊണ്ടുവന്ന് ഒഴിച്ചു. രാജാവാണെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനമൊക്കെ നടത്തി. അതിനുശേഷം സംഭവിച്ച കാര്യം എന്താ? വളരെ പ്രതികൂലങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. എന്നാ സിംഹാസനത്തിൽ കയറിയിരിക്കുകയെന്ന് ചോദിച്ചാൽ അറിയില്ല. വാഗ്ദത്തം കിട്ടി, നീ രാജാവാണ്, അടുത്ത രാജാവ് നീയാണെന്ന് പറഞ്ഞ് അഭിഷേകതയിലൊക്കെ ഒഴിച്ചു, എല്ലാം ശരിയാണ്. പക്ഷെ പിന്നീട് കാണുന്ന പ്രതികൂലങ്ങൾ മാത്രമേ കാണാനുള്ളൂ, ഒരു രക്ഷയും കാണാനില്ല. എങ്ങനെ സംഭവിക്കുന്ന അറിഞ്ഞൂടാ. എനിക്ക് ഇനി എൻ്റെ മുന്നിൽ ഇനി എന്താന്ന് ചോദിക്കുന്ന വിധത്തിൽ സംശയങ്ങളും ഭാരങ്ങളും വരുന്നതാണ് പലപ്പോഴും സങ്കീർത്തനങ്ങളായിട്ട് പാടിയത്. ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് പാടിയത്. ഇതുപോലെ ജീവിതത്തിൽ സംശയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കും, കർത്താവ് വാഗ്ദത്തം നിവർത്തിക്കുന്നില്ല എന്നുള്ള സംശയം വരും. ഇവിടെയാണ് കർത്താവിന് പറയാനുള്ള കാര്യം. എന്താ ജോസഫേ നിന്റെ ജീവിതത്തിൽ സമയത്ത് കാര്യം നടക്കാഞ്ഞത്? മറുപടി പറയാനായിട്ട് കഴിയും. കർത്താവ് വാഗ്ദത്തം നിവർത്തിക്കുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള പ്രാപ്തിയാവുന്നതിന് മുമ്പ് വാഗ്ദത്തം കൊടുക്കില്ല. കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അതിനൊരു മെച്യൂരിറ്റി ബിൽഡ് വെച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ മുഴുവൻ അനുകൂലമായി മാറണം. ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ പദവിക്ക് യോഗ്യനായി തീരുന്നത് വരെ, പദവിയിൽ അതിന് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ വളരെ തെറ്റുകൾ, പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ജോസഫിനെ ദൈവം കംപ്ലീറ്റ് ചേഞ്ച് ആക്കി. ആ പദവിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാരോട് പകയില്ല. അതൊക്കെ മനസ്സിന്ന് പോയി. ഞാൻ എൻ്റെ മകൻ ജനിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എല്ലാം മറന്നു എന്ന് പറഞ്ഞ് മനുഷ്യന്ന് പേരിട്ടു. കംപ്ലീറ്റ് മനസ്സിന്ന് പോയി, ശുദ്ധീകരിക്കപ്പെട്ടു. ആ കർത്താവിൻ്റെതായ വാഗ്ദത്തം, ആ ബ്ലെസ്സിങ്സ് ഏറ്റെടുക്കാൻ തക്കവണ്ണം യോഗ്യനായി പെർഫെക്റ്റ് ആയി എന്ന് കണ്ടപ്പോൾ കർത്താവ് വാഗ്ദത്തം നിവർത്തിച്ചു കൊടുത്തു. കാര്യം മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വാഗ്ദത്തം താമസിക്കുന്ന കാരണം മനസ്സിലായോ? വാഗ്ദത്തം ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. പക്ഷെ അതിനെ പെർഫെക്റ്റ് ആക്കുവാനുമായിട്ട് ദൈവം ഒരുക്കുന്നുണ്ട്. ദാവീദേ, എന്താ ദാവീദ് ഇത്രയും താമസം വരുന്നത്? നിന്നെ ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാനുണ്ട്. കാരണം നീ സിംഹാസനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ദിവസം പോരാട്ടാ, യുദ്ധം പോലെ ചെയ്യാനുണ്ട്. ഫെലിസ്ത്യ ശക്തികൾ വെറുതെ നിൽക്കില്ല. മറ്റ് ചുറ്റുപാടുള്ള സകല ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ സകല ശത്രുക്കളായിട്ട് നിൽക്കുന്നത്. ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തക്കവണ്ണം നിന്നെ ഒന്ന് സ്ട്രോങ് ആക്കിയതിന് ശേഷമേ വാഗ്ദത്തം ഞാൻ നിവർത്തിച്ചു തരുള്ളൂ. ഇതാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയം. ആ വിഷയത്തിലേക്ക് സ്ട്രോങ് ആവുന്നതിന് മുമ്പ് നമ്മൾ എടുത്ത് ചാടിയ വലിയ പ്രശ്നമാണ്. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാമിന് 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കിട്ടുക. പക്ഷെ കാത്തിരുന്നിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു എടുത്തിയാട്ടം കണ്ടത്. സാറ പറഞ്ഞ ഒരു ഉപദേശം കേട്ട ഒരു എടുത്തിയാട്ടം എഴുതി. പെർഫെക്റ്റ് അല്ലായിരുന്നു, പ്രശ്നമായിരുന്നു. അത് വലിയ പ്രശ്നമായിട്ട് മാറി. വീട്ടിനകത്ത് കലഹമായി മാറി, വീട്ടിനകത്ത് ഭാരമായി മാറി, ഒരു പരിഹാസി വീട്ടിനകത്ത് ജനിച്ചതിന് കാരണമായി തീർന്നു. ഇതെല്ലാം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ കർത്താവിന് സമയം വന്നപ്പോൾ അതിന് 25 വർഷത്തെ താമസം വന്നു. സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അത് പെർഫെക്റ്റ് ആയിരുന്നു, സമയമായിരുന്നു. ദൈവത്തിന്റെ സമയം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ എന്തിനാ സംശയം പോകുന്നത്? സംശയം ഇന്ന് മാറ്റിക്കൊള്ളണം. കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. അത് അബ്രഹാമിന്റെ കണ്ണടയുന്നതിന് മുമ്പ്, അയ്യോ എനിക്ക് പ്രായമായില്ല, ഇനി അധികം ആയുസില്ലെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയാ, നിന്റെ ആയുസ് നീ വിചാരിക്കുന്ന സമയമല്ല, ഇനി ഞാൻ നീട്ടി വെച്ചിട്ടുണ്ട്. നീ മക്കളുടെ മക്കളെയും കൂടെ കണ്ടിട്ടേ നീ പോവുള്ളൂ. ഇസ്ഹാക്കിന്റെ കുഞ്ഞിനെയും കൂടെ കണ്ടിട്ട്, മക്കളെയും കൂടെ കണ്ടിട്ട് നീ പോവുള്ളൂ. അവരെ നീ അനുഗ്രഹിക്കും. അതിനുള്ള ആയുസ് തന്നിട്ട് ആരും നശിച്ചു പോകരുത്. കർത്താവിന്റെ ഒരു ബ്ലെസ്സിങ് കിട്ടിയിട്ട് ആ ബ്ലെസ്സിങ് മൂലം ആരും നശിച്ചു പോകരുത്. അല്ലെങ്കിൽ ശൗലിന് പറ്റിയതുപോലെ ഇരിക്കും. ശൗലിനെ രാജാവാക്കി, ജനങ്ങളുടെ നിർബന്ധപ്രകാരമാണ് രാജാവാക്കിയത്. പക്ഷേ ഒരു 2-2.5 കൊല്ലം കഴിയുമ്പോഴേക്കും ശൗലിന്റെ സ്വഭാവമൊക്കെ മാറി, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നു. 40 വർഷം ഭരിക്കേണ്ടവനാ. 40 വർഷം ഭരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ പിന്നെ പ്രശ്നങ്ങളായിട്ട് വരികയാണ്. മറ്റൊന്നിനും രാജകാരികൾ നോക്കാൻ നേരമില്ല. ദാവീദിന്റെ പിന്നാലെ ഓടേണ്ട ഒരു സിറ്റുവേഷനായിട്ട് മാറി.
നശിച്ചുപോയി. ഞങ്ങളുടെ പഴയ സെൻട്രൽ ഭാഷ പറയുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ തൊലഞ്ഞുപോയി. തൊലഞ്ഞുപോയി, അവൻ്റെ ജീവിതം ഒടുങ്ങിപ്പോയി. അത് വരാതിരിക്കാനാണ് താമസം വന്നത് ചില കാര്യത്തിന്. അതുകൊണ്ടാണ് ദാവീദിന് വാഗ്ദത്തം കൊടുത്തപ്പോൾ കുറച്ച് താമസം വരുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും താമസം വരുന്നെങ്കിൽ ഓർക്കുക, നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിനാണ്. ഒരു വാഗ്ദത്തം കിട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അഭിഷേകം കിട്ടിയിട്ട് ഒരു നന്മ കിട്ടിയിട്ട് നമ്മൾ നശിച്ചു പോകരുത്. പകരം അത് നിത്യതയിലേക്ക് എത്തുന്ന, അനവധി സന്തോഷത്തിലേക്ക് പോകുന്ന, വലിയ ജയത്തിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം വലിയ മഹാസന്തോഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പദ്ധതി മൂലമാണ് സംഭവിക്കുന്നത്. അപ്പൊ ആരും നശിച്ചു പോകരുത്. രണ്ടാമത്, ഈ ഒരു വാഗ്ദത്തം കിട്ടിയാൽ അതുമൂലം മാനസാന്തരങ്ങൾ നടക്കണം. അവിടെ പറയുന്ന എല്ലാവരും മാനസാന്തരപ്പെടാനാ. സ്തോത്രം. എല്ലാവരും മാനസാന്തരപ്പെടാനാ. വീട്ടിനകത്തും പുറത്തും പലരിലും അതൊരു ആത്മീക നന്മയായിട്ട് മാറാനായിട്ട് പോവുകയാണ്. അബ്രഹാമിന്റെ വീട്ടിൽ ഇസാക്ക് ജനിച്ചതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. അബ്രഹാമിന്റെ വിശ്വാസം വർദ്ധിക്കുന്നത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഇസാക്കിനെ യാഗം കഴിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് അബ്രഹാമിനെ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു. മനസ്സിലായോ? ആ വീട്ടിലെ എല്ലാ അവസ്ഥകളും മാറിക്കഴിഞ്ഞു. പരിയാസി മാറ്റപ്പെടുന്നു, വീടിനകത്ത് സ്വസ്ഥത വരുന്നു. അപ്പോൾ ആരും നശിച്ചു പോകാതെ, അതുപോലെ തന്നെ മാനസാന്തരപ്പെടാൻ വേണ്ടി ദാവീദ് മൂലം ഭയങ്കര മാനസാന്തരത്തിന്റെ ശുശ്രൂഷ നടക്കുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മെഫീബോശത്തിന്റെ കാര്യം എടുത്താൽ മതി. യോനാഥാൻ നിമിത്തം ദയ കാണിക്കുന്നത്, ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ദൈവത്തിന്റെ ദയ കാണിക്കുക, ഒരു മാനസാന്തര അനുഭവം കൊടുക്കുകയാണ്. ദൈവത്തിന്റെ മനസ്സ് ലഭിക്കുകയാണ് മാനസാന്തരം. നമ്മുടെ മനസ്സ് മാറി നമുക്ക് ദൈവത്തിന്റെ മനസ്സ് ലഭിക്കുകയാണ്. അപ്പോൾ ഒരു വാഗ്ദത്തത്തിന് പിന്നിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. വാഗ്ദത്തം തന്ന അതിനോടൊപ്പം നമ്മുടെ മനസ്സൊന്ന് മാറണം. എങ്ങനെ മാറണം? ദൈവത്തിന്റെ മനസ്സിലേക്ക് നമ്മളൊന്ന് മാറണം. ആ മാനസാന്തര അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിട്ട് നമ്മൾ മൂലം മറ്റുള്ളവർക്കും നമ്മളൊരു മാതൃകയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് വാഗ്ദത്തം ലഭിച്ച ദൈവമക്കളെ കുറിച്ച് നമ്മൾ ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവരുടെ അനുഭവങ്ങൾ നമ്മളെടുത്ത് വീണ്ടും ആലോചിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത്. മൂന്നാമത്തെ കാര്യം പറയുന്നത് കർത്താവിന്റെ ദീർഘക്ഷമ. അത് നമ്മളൊന്ന് പഠിക്കണം. നമുക്ക് ക്ഷമിക്കാനോ കാത്തിരിക്കാനോ സമയമില്ല. നമുക്ക് തിടുക്കുക. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദീർഘമായ ഒരു ക്ഷമയുണ്ട്. ക്ഷമ എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പിന്റെ ഒരു ക്ഷമയുണ്ട്. ഒരാൾ തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്റെ ക്ഷമ നശിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എപ്പോഴാണ് ക്ഷമ നശിക്കുന്നത്? കാത്തിരുന്ന് മടുക്കുമ്പോഴാണ് ക്ഷമ നശിക്കുന്നത്. നമുക്കങ്ങനെ ക്ഷമ നശിക്കാൻ പാടില്ല. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് സാറ എണ്ണിയ പോലെ ഒന്ന് എണ്ണാൻ കഴിയണം. അപ്പൊ ഒരു വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണണമെങ്കിൽ നമുക്കൊരു ക്ഷമ വേണം. ക്ഷമ നശിക്കരുത്. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ സംശയിക്കരുത്. സംശയം പൊങ്ങണ്ട, കലങ്ങണ്ട. ഇതെല്ലാം ദൈവമക്കൾ മാറ്റിയേ പറ്റൂ. ഈ 2025 സംഭവിച്ച കാര്യങ്ങളെ ഓർത്തുകൊണ്ടുള്ള നിങ്ങളുടെ ഉള്ളിൽ കലങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾക്ക് ദൈവം പരിഹാരം വരുത്തിയാണ്. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ഞാൻ ആത്മാവിൽ നിന്ന് വിളിച്ചു പറയട്ടെ, ഒരു പ്രവചനം തോന്നി വിളിച്ചു പറയട്ടെ, നിറവേറാൻ സമയമായിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഇനി താമസമില്ല. ചില ചിന്തിക്കുന്ന പോലെ ഇനി താമസമില്ല, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ വിളിച്ചു പറയുകയാണ്, ഇനി താമസമില്ല. കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ ഇനി താമസമില്ല. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞോട്ടെ. ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സന്തോഷത്തിന് വാർത്ത കേൾക്കാൻ പോവുകയാണ്. വാഗ്ദത്തം എന്റെ കുടുംബത്തിൽ നിറവേറുന്നു, എന്റെ തലമുറയിൽ വാഗ്ദത്തം നിറവേറുന്നു. ഓ കർത്താവ് എന്നെ അതിനായി ഒരുക്കി. അപ്പൊ 3 സ്റ്റെപ്പിൽ നമ്മളൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്. 3 സ്റ്റെപ്പിൽ നമ്മളൊന്ന് ഒരുങ്ങണം. നമ്മളാരും നശിച്ചു പോകാതെ കൊണ്ട് നമുക്കൊരു മാനസാന്തരം വേണം. നമുക്ക് നശിച്ചു പോകാതിരിക്കണം. ഒരു കൃപ കിട്ടിയാൽ അത് ഏറ്റെടുക്കത്തക്കൊണ്ടുള്ള ഒരു പക്വത, അതിന് പറയുന്ന പേര് ആത്മീക പക്വത, ആത്മീകമായൊരു ക്ഷമ. അത് 2 തരത്തിലാണ് കിട്ടുന്നത്. ആത്മീക പക്വത 2 തരമേ ഉള്ളൂ. ഏതാ? കർത്താവ് പഠിച്ചു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാവുന്നു. എന്നോട് ചേർന്ന് പഠിക്കുക. ഈ പഠിക്കാനുള്ള 2 ക്ലാസ്സുകളൊന്നും ഞാൻ എപ്പോഴും പറയാറുണ്ട്. സൗമ്യതയും ആ ലെവലെത്തണം. നമുക്ക് പറ്റുന്ന എപ്പോഴാണെന്നറിയോ? സാധാരണ നമ്മൾ ലോകത്തിന് ചേർന്ന് പഠിക്കുന്ന അഹങ്കാരവും നികളമാണ് വന്ന് കയറുക. ശരിയാണോ? എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ, എന്തെങ്കിലും ഒരു നന്മ ലഭിച്ചാൽ നമ്മൾ തനിയെ എന്ന് പഠിച്ചു കയറുക. എവിടെ? അഹങ്കാരം, നികളം. ഇത് ഉന്നതഭാവവും നികളമൊന്നും വരാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മൾ പറയുന്നത്. നമ്മൾ നശിച്ചു പോകാതെ വരണം. നമ്മൾ പഠിക്കണം സൗമ്യതയും. ഈ ദിവസങ്ങളിൽ അത് പറ്റിയിട്ടില്ലെങ്കിൽ, ഈ അവസാന ദിവസങ്ങളിൽ, ഈ ആണ്ടിന്റെ അവസാന ദിവസങ്ങളിൽ കർത്താവേ ആ സൗമ്യത എന്നെ പഠിപ്പിക്കണമേ, ആ താഴ്മ എന്നെ പഠിപ്പിക്കണമേ.
എങ്കിൽ മാത്രമേ എനിക്ക് ആ വാഗ്ദത്തം റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. വാഗ്ദത്തം എനിക്ക് ക്ലെയിം ചെയ്യാൻ സമയമായി കർത്താവേ. കർത്താവ്, ഞാൻ ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഒരുക്കണമേ കർത്താവേ. എനിക്കത് ലഭിച്ചേ പറ്റുള്ളൂ. എന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള വാഗ്ദത്തം കർത്താവേ എനിക്ക് കണ്ടേ പറ്റൂ. എനിക്ക് കാണണം. മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് സാക്ഷ്യം പറയണം. കർത്താവേ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ വാഗ്ദത്തം അങ്ങ് നിർവഹിച്ചു തന്നു. അതെനിക്ക് സാക്ഷ്യമായി പറയാനായിട്ട് അവസരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാനായിട്ട് വേണം. രണ്ടാമത് നമുക്ക് സംശയം വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴി മുട്ടുമ്പോഴാണ്. കാര്യങ്ങളൊന്നും നടക്കാതെ വരിക. വഴിമുട്ടി ചെങ്കടലിന് മുന്നിലെത്തി. അവർക്ക് സംശയം പൊങ്ങിയോ? ഉള്ളം കലങ്ങിയോ? ഞങ്ങൾ അവിടെ കിടന്ന് പണിയെടുത്ത് എങ്ങനെയും അടുത്ത പണിയായിട്ട് ജീവിച്ചേനെ. ഈ ചെങ്കടലിൽ ചെന്ന് ചാടാൻ പറ്റുമോ? പിന്നിൽ വരുന്ന ഫറവോന്റെ കയ്യിൽ വരുന്ന നശിക്കാൻ പറ്റുമോ? ആകെ പ്രശ്നമായി. മോശയ്ക്കും ആകെ വിഷമമായി തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വിധത്തിൽ. ഇതാണ് നമ്മൾ കലങ്ങുന്ന സന്ദർഭം വരുന്നത്. വഴി മുട്ടുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. വഴിയില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ എന്താ വഴി എന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല. കലങ്ങിയതിന് കാരണം മനസ്സിലായോ? ശരിയല്ലെന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഹൃദയം കലങ്ങിയതിന് കാരണം മനസ്സിലായോ? എനിക്ക് പരിഹാരം കാണാൻ പറ്റുന്നില്ല കർത്താവേ, ഇതിനൊരു വഴിയില്ലല്ലോ എന്ന് പറയാണ്. യോർദാന്റെ കരയിലെത്തുമ്പോഴും കാണുന്നത് എങ്ങനെയാണ്? കടക്കാൻ ഒരു വഴിയില്ല. ഈ ജനത്തെ മുഴുവൻ കടന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വല്ല കപ്പലും നിർമ്മിക്കാൻ പറ്റുമോ? എങ്ങനെ കടന്നു പോകാനാ? ഒരു വഴിയും കാണുന്നില്ല. ഇങ്ങനെ വരുമ്പോഴാണ് പലരും പറഞ്ഞത് ഞങ്ങൾ യോർദാൻ കടക്കുന്നില്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം. മനസ്സിയുടെ പാതി ഗോത്രം 2.5 ഗോത്രം ഇവിടെ നിൽക്കുക. അവർ പറയും ഞങ്ങൾ പോകണമെന്നില്ല, ഇവിടെ നിന്നാലും മതി, അക്കരെ കിടക്കണമെന്നൊന്നുമില്ല. വാക്തത്വത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. വാക്തത്വം കിട്ടിയില്ലേലും വേണ്ടില്ല, വഴി കാണുന്നില്ല, വഴി മുട്ടി നിൽക്കുകയാണ്. അടുത്തത് എരിഹോവതിൽ വരുമ്പോൾ തടസ്സം നിൽക്കുക, മുന്നോട്ട് കടത്തി വിടില്ല. അപ്പുറത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. അത്ര വലിയ മതിലാന്ന് പറയുന്നത്. രഥങ്ങൾ ഓടുന്ന വലിയ മതില്, വീതിയുള്ള പൊക്കം കൂടിയ വലിയ മതില്, ചൈനയുടെ വൻമതിൽ പോലെ ഒരു വൻമതിൽ ഉയർന്നു നിൽക്കുക. നമ്മൾ നോക്കുമ്പോൾ കർത്താവേ എനിക്കറിഞ്ഞുകൂടാട്ടോ എന്ന് പറയാ. എന്നാ കർത്താവ് പറയാ ഒന്ന് ചുറ്റി നടക്കുമ്പോൾ എങ്ങനെ ചുറ്റുന്നേ? പ്രാർത്ഥനയാൽ ചുറ്റി നടക്കുമ്പോൾ ഞാനൊരു ദിവസം പറയാൻ പോവുകയാണ്. 7ാമത്തെ ദിവസം നിങ്ങളൊന്ന് ചുറ്റുമ്പോൾ 7 പ്രാവശ്യം ചുറ്റുമ്പോൾ അതാ സംഭവിക്കാൻ പോകുന്നു. എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ മതിൽ താണു പോകും. ഞാനത് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ വഴി തെളിഞ്ഞു വരും. അപ്പൊ പരിഹാരം എന്താണ്? വാക്യം വായിക്കാം. യെശയ്യാപ്രവചനം 30-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. ഉള്ളം കലങ്ങാതിരിക്കാൻ വഴിമുട്ടിയതിന്റെ വിഷമത്തില്, കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നില്ലെന്ന് ഓർത്തിട്ടുള്ള വിഷമത്തില് വഴിമുട്ടിയിരിക്കുമ്പോ കർത്താവ് പറയാണ്, ഐസയ്യാ ചാപ്റ്റർ 30:21. ഈ അകൃത്യം നിങ്ങൾക്ക് ഉയർന്ന ചുവരിൽ ഉന്തി നിൽക്കുന്നതും അതാണോ? നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കൂ. അപ്പൊ കർത്താവ് എന്ന് പറയുന്ന വാക്യത്തെ എന്താ അറിയോ? നിങ്ങൾ കലങ്ങിയിരിക്കുന്ന വിഷയം വഴി കാണാനില്ല. പക്ഷെ കർത്താവ് ഇന്നൊരു ദൂത് പറയുന്നു. എന്താ ദൂത്? വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് ഒരു ശബ്ദം കേൾപ്പിക്കുന്ന ദിവസം വരാൻ പോവുക. ഇടത്തോട്ടാണോ തിരിയേണ്ടത്, വലത്തോട്ടാണോ തിരിയേണ്ടത്, റൈറ്റ് ഹാൻഡ് വേണോ ലെഫ്റ്റ് ഹാൻഡ് വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാ ശബ്ദം കേൾക്കാൻ പോവുക. കർത്താവ് ഇന്നെ ശബ്ദം കേൾപ്പിക്കണമെന്ന് പറഞ്ഞോളാം. ഇന്നെ ശബ്ദം കേൾപ്പിക്കണം. കർത്താവേ എനിക്ക് ശബ്ദം കേട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും കലങ്ങി പോകും. എന്റെ ഈ കലങ്ങിയ അവസ്ഥ മാറി, എന്റെ ഉള്ളം കലങ്ങിയ അവസ്ഥ മാറി, എന്റെ നിരാശ മാറി, എന്റെ സംശയം ഉള്ളിൽ പൊങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവ് ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് ബന്ധക്കോസ്ത്, എന്ത് കൂട്ടായ്മ, പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന വിധത്തിൽ സംശയം എത്ര പൊങ്ങി വന്നു. കാരണം എന്താ? വഴിമുട്ടി ചില വിഷയങ്ങൾ വന്നത്. ഇതിന് പരിഹാരമില്ല. ഡോക്ടർ പറയാണ് ഇതിന് പരിഹാരമില്ല. എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു ഇതിന് പരിഹാരമില്ല, സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കൊരു വിശ്വാസമുണ്ട്, കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നു. അതിന് എത്ര താമസിച്ചാലും ഞാൻ അവനായി കാത്തിരിക്കും. അവനിൽ പ്രത്യാശ വെച്ച് ആരും ലജ്ജിച്ച് പോകില്ല. ഞാൻ സാക്ഷ്യം പറയും. എന്നോട് പറഞ്ഞ ഡോക്ടറുടെ മുന്നിൽ പോയി സാക്ഷ്യം ഞാൻ പറയും. കൈ ഉയർത്തി ഞാൻ സാക്ഷ്യം പറയും. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചൊന്ന് സാക്ഷ്യം പറയാനായിട്ട് കഴിയും. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ സാധിച്ചെങ്കിൽ അത് സാധിക്കും. അല്ലാതെ സംശയം പൊങ്ങരുത്. നമ്മുടെ ദൈവത്തെ അവിശ്വസിക്കരുത്. എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ വന്നത്? എന്താ ഇതൊക്കെ സംഭവിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമില്ല. ജീവനുള്ള ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. പലരും സംശയം പറയുന്ന നിരീശ്വരവാദികളുടെ വാക്കുകൾ കേൾക്കുന്നത് പോലെ അവരുടെ ചിന്തയൊക്കെ മനസ്സിൽ വന്ന് കയറി നിറയുന്നുണ്ടോ? ഉള്ളം കലങ്ങുന്നുണ്ടോ?
അതാണ് ശരി, ഇതാണ് ശരി. നമ്മൾ പറയുന്നത് വെറും തട്ടിപ്പാണോ? ഇതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ചിന്തയിലേക്കൊക്കെ പൊങ്ങി ഇളകിച്ച് മറിയുന്ന അനുഭവം വരുമ്പോ കർത്താവ് പറയാ, നീ വിഷമിക്കണ്ട, വഴി മുട്ടിയിട്ടില്ല, നിനക്ക് വേണ്ടിയുള്ള ശബ്ദം കേൾപ്പിക്കാൻ സമയമായി. ഒന്ന് പറയാ, വിശ്വാസത്താൽ ഞാൻ ദൂത് പറയുന്നു, നിങ്ങൾ ശബ്ദം കേൾക്കാൻ പോകുന്നു. നിന്റെ റൂട്ടിൽ കൂടെ പോകുമ്പോ നിനക്ക് വേണ്ടിയുള്ള വഴി അവിടെ തെളിഞ്ഞ് കാണുന്ന രീതിയിലുള്ള ഒരു ശബ്ദം കേൾപ്പിക്കാൻ പോകണം. ഇതാകുന്നു വഴി, ഇതാകുന്നു വഴി, ഇതാകുന്നു വഴി. ഈ വഴിയിൽ നടന്നുകൊള്ളുക എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, മൃദുവായ സ്വരം കേൾക്കാൻ പോവുക. അപ്പൊ നമുക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ വർഷമായിട്ട് പ്രാർത്ഥിച്ച വിഷയത്തിൽ ശബ്ദം കേട്ടിട്ടില്ല. നിരാശ വന്നതിന് കാര്യ. ആരും ഒന്നും പറയുന്നില്ല. ഒരു ദൂത് വന്ന് ആരും പറയുന്നില്ല. ഇന്ന ഡേറ്റ് നടക്കുന്നു പറയുന്ന ദൂതൊന്നും കേൾക്കുന്നില്ല. എന്നാ കർത്താവ് പറയാ, ആരും വന്ന് പറയണ്ട, നിന്റെ കാതിൽ തന്നെ പറയാൻ പോവാ. ഈ വഴിയിൽ നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ഈ വഴി കൂടെ നീ ഒന്ന് പോയി നോക്ക്. ഇന്നൊരു കാര്യം ചെയ്യും. ഇതാണ് റൂട്ട് എന്ന് പറഞ്ഞ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് പറയാ, ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി തരും. സംശയിക്കേണ്ട, അത് കർത്താവ് വെളിപ്പെടുത്തി തരുന്നതാ. കർത്താവ് വെളിപ്പെടുത്തി തരുന്നത് തന്നെയാണ്. സംശയിക്കേണ്ട. ആ വഴിയിലൂടെ നിങ്ങളൊന്ന് അനങ്ങിയാൽ മതി, ഒന്ന് മുന്നോട്ട് കാലെടുത്ത് വെച്ചാൽ മതി. ഉടനെ 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 നിങ്ങൾ അവിടെ എത്തുകരുത്. പടകില് പ്രതികൂലം വന്ന് അടിച്ചുകൊണ്ടിരിക്കുക, കാറ്റടിച്ചുകൊണ്ടിരിക്കുക, പടക് മുങ്ങുന്ന സിറ്റുവേഷനൊക്കെ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് 4 യാമത്തിലെ കർത്താവ് വന്നുള്ളൂ. 1, 2, 3 യാമങ്ങളിൽ പ്രതികൂലം കൂടിക്കൂടി വന്നതല്ലാതെ പ്രതികൂലങ്ങൾക്ക് ഒരു മാറ്റവും വന്നില്ല. പക്ഷെ 4 യാമത്തിൽ കർത്താവ് വന്നു. സുചരിത്രത്തിൽ ഒരിക്കൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ് പടകിൽ കയറി ഉടനെ അവരെ അക്കരെ എത്തിയെന്ന. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അല്ലേ? കർത്താവ് പടകിൽ കയറി ഉടനെ. ഞാനൊരു അത്ഭുതത്തോടെ ഇടയ്ക്കിടയ്ക്ക് അത്ഭുതത്തോടെ വന്നത് ഇവർ നടുക്കടലിൽ നിൽക്കണമെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ കർത്താവ് കാല് വെച്ചപ്പോ പടക അക്കരെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന കാറ്റ് നമുക്ക് നന്മയ്ക്കാക്കി തീർത്തോ പ്രതികൂലമായിട്ട് തീർത്തോ? സ്പീഡ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, സമയം ഒന്നും തെറ്റിയിട്ടില്ല എന്നർത്ഥം. ഒരു വട്ടം കറങ്ങിയ സമയമൊക്കെ ഇപ്പൊ കറക്റ്റാക്കി തന്നു. എത്തേണ്ട കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സമയം ഒന്നും വൈകിട്ടില്ല, സമയം ഒന്നും വൈകിട്ടില്ല. കർത്താവ് കാലെടുത്ത് വെക്കുകയാണ്. നമ്മുടെ പടകിൽ, നമ്മുടെ വിഷയത്തിന്റെ മധ്യത്തിൽ, ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവിന്റെ പാദം ഒന്ന് കണ്ടേ, കർത്താവിന്റെ പാദം ഒന്ന് കണ്ടേ, ആ കാലൊച്ചൊന്ന് കേട്ടേ, ആ കാലിന് എടുത്തു വെച്ചാൽ മതി. ഇപ്പൊ തന്നെ ഒന്നും ലേറ്റ് ആയിട്ടില്ല, ഒന്നും ലേറ്റ് ആയിട്ടില്ല, ഒന്നും ലേറ്റ് ആയിട്ടില്ല. തലമുറ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിലവിളിക്കും, ആയില്ല ആയില്ല ഒന്ന്. പക്ഷെ കർത്താവിന്റെ സമയം വരുന്ന സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം തരും. നിങ്ങൾക്കൊക്കെ സാക്ഷ്യം പറയാൻ കഴിയുന്നത് അങ്ങനെയാണ്. കർത്താവിന്റെ സമയമാകുമ്പോ കിട്ടിക്കഴിയുമ്പോ പറയും, ഒന്നും ലേറ്റ് ആയിട്ടില്ല, കൃത്യസമയത്താ. അതിന്റെ തക്കതായ യോഗ്യതയും അതിനുള്ള പക്വതയും പാകതയും ഒക്കെ ഒത്തു വരുന്ന സമയത്താണ് ദൈവം എല്ലാം തരുന്നത്. അതുകൊണ്ട് സംശയം പൊങ്ങേണ്ട കാര്യമില്ല, ഉള്ളം കലങ്ങേണ്ട കാര്യമില്ല. ദൈവം തന്റെ വാക്തത്വം നിവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പം രണ്ടാമത്തെ സംശയം, വഴി മുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ സംശയം വരുന്നത്. മൂന്നാമത്തത്, ദൈവവിശ്വാസം കുറയുമ്പോൾ സംശയം വരും. ദൈവവിശ്വാസം, അതിന് ആദ്യം തന്നെ ഉദാഹരണം പറഞ്ഞത് ഞാൻ ഓർത്താൽ മതി. യോഹന്നാൻ സ്നാപകന്റെ കാര്യം ഓർത്താൽ മതി. സ്നാപക യോഹന്നാന് സംശയം വന്നതുപോലെ നമുക്കും ഒരു സംശയം വരും, ദൈവത്തിലുള്ള വിശ്വാസം. കാരണം എന്താ? ദൈവം പ്രവർത്തിക്കുന്നില്ല. ദൈവം ഒന്നും എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നല്ല, നമ്മൾ പേഴ്സണലായിട്ടാണ് പറയുന്നത്. മറ്റുള്ള കാര്യം എന്തായിക്കോട്ടെ, അവിടെ സാക്ഷ്യം പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇവിടെ സാക്ഷ്യം പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. എന്റെ ജീവിതത്തിൽ ദൈവം ഒന്നും പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ഒന്നുകൂടെ പറയും, എന്റെ വീട്ടിൽ ഇതൊന്നും നടക്കണ കാണാനില്ല, എന്റെ വീട്ടിൽ ഇതൊന്നും. അതിന് കർത്താവ് ഒരു മറുപടി പറയുന്നുണ്ട്, അത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വായിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കർത്താവ് പറയാ, നിങ്ങളുടെ ഹൃദയം, കർത്താവ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കലങ്ങി പോകണ്ട. കർത്താവ് പറയാ, ഞാൻ പോവുക. നിങ്ങളെ കുറച്ചൊന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തില്ല, കാണില്ല. ഞാൻ പോവുക, നിങ്ങളുടെ കൂടെ ഇല്ല ഇനി. പക്ഷെ നിങ്ങളുടെ ഉള്ളം, കർത്താവ് ഇപ്പൊ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കലങ്ങേണ്ട കാര്യമില്ല. പിതാവിലും പുത്രനിലും വിശ്വസിപ്പീൻ. വാഗ്ദത്തം തന്നത് നമ്മുടെ കർത്താവാ. പ്രവർത്തിപ്പാൻ വിശ്വസനായ ദൈവമുണ്ട്, അത് നിങ്ങളൊന്ന് വിശ്വസിക്കണം. എന്നിട്ട് കർത്താവ് പറയാ,
എന്റെ പിതാവിന്റെ ഭവനത്തിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതൻ ഇടയ്ക്ക് കാണുമ്പോൾ പറയും, പാസ്റ്ററേ പാസ്റ്ററേ വീട് പണി എന്തൊക്കെയായിരുന്നു പരിഹസിച്ച് ചോദിക്കുന്ന കേട്ടോ. എന്താന്ന് ചോദിക്കണെന്ന് ചോദിച്ചാൽ കർത്താവ് അവിടെ സ്വർഗത്തിൽ വീട് പണിതോണ്ടിരിക്കുകയല്ലേ, വീട് പണിയൊക്കെ കഴിഞ്ഞോ, എന്തായി, എവിടെ വരെ എത്തി? എന്നിട്ട് പറയും എൻ്റെ ഡാഡി അവിടെ ഇപ്പം ഗ്രാൻഡ് മാർബിൾ ഇട്ടോണ്ടിരിക്കുക, വീടിനകത്ത് ക്രമീകരണമൊക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അപ്പുറത്തെ എൻ്റെ സ്നേഹിതന്റെ കൂടെ മറ്റൊരു സ്നേഹിതൻ വന്നിട്ടുണ്ടാവും. ആ സ്നേഹിതൻ നോക്കിയിട്ട് ഇയാൾ പറയും, അവൻ പ്രവർത്തനക്കാരനാട്ടോ എൻ്റെ സ്നേഹിതൻ, അദ്ദേഹം പറയും ഇവനെ ഇവനെ അവിടെ കൊണ്ടുപോയിട്ട് വേണം പണിയിക്കാൻ, കൽപ്പണി എടുക്കാൻ വേണ്ടി നിന്നെ എടുത്ത് കല്ല് എത്തിക്കും, അവിടെ പണിതോണ്ടിരിക്കുകയാണ്. അപ്പൊ നിന്റെ ഗതികേട് നീ അവിടെ പോയി വിറക് കയറല് കല്ല് കെട്ടലൊക്കെ, ഞങ്ങൾക്ക് വേണ്ടി അപ്പൻ ഒരുക്കിയിരിക്കുന്ന നല്ല വീട്ടിൽ കയറും, നീ വേണമെങ്കിൽ മാനസാന്തരപ്പെട്ടെന്നൊക്കെ പറയും. പക്ഷെ ആ വാക്കി ശരിക്കും നമ്മൾ ഇതേപോലെ ചിന്തിച്ചു വെച്ചേക്കണം. കർത്താവ് 10,000-2000 കൊല്ലമായിട്ട് പണിതുകൊണ്ടിരിക്കുക, പണി കഴിഞ്ഞിട്ടില്ലേ, പണി കഴിഞ്ഞാൽ എന്നെ വിളിക്കുകയില്ലെങ്കിൽ കർത്താവ് വരുന്ന, അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞാണ്, അവിടെ വീടവിടെ ഉണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യോഗ്യരായാൽ, ആ വീട്ടിൽ കയറാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ അവിടെ. അപ്പൊ ഈ ജീവിതത്തിലെ പ്രതിസന്ധികൾ കൂടെ കൊണ്ടുവന്ന് എന്തിനാ, നിന്നെ ഒന്ന് യോഗ്യനാക്കാനാ. നിനക്ക് വേണ്ടിയിട്ടുള്ളത് എന്റെ ദൈവം കരുതിയിട്ടുണ്ട്, അത് വിശ്വസിക്കേ. ഇതാ വിശ്വസിക്കേണ്ടത്. കർത്താവ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യം എന്താ? പിതാവ് വിശ്വസിക്കാൻ പറഞ്ഞ, പിതാവ് നിനക്ക് വേണ്ടി നന്മ ഒരുക്കിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി വീട് ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുക. ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഈ വർഷം അവർക്കൊരു വീട് കിട്ടട്ടെ, പുതിയ വർഷത്തില് വിശ്വാസത്തോടെ ആമീൻ പറഞ്ഞിട്ട്. വീട് ഒരുക്കിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന സമയമുള്ളൂ, നമ്മുടെ കണ്ണിലൊന്ന് കാണേണ്ട കാര്യമുള്ളൂ. ആകാറിരുന്ന് കരയുന്നിടത്ത് തന്നെ എന്തുണ്ടായിരുന്നു? ഒരു ഉറവയുണ്ടായിരുന്നു. അവളുടെ കണ്ണു തുറന്നപ്പോഴാണ് ഈ ഉറവ കണ്ടത്. കർത്താവ് തന്ന നന്മയുടെ ഉറവയാ, പറ്റാത്ത ഉറവയാ. കർത്താവ് തരുന്നതൊന്നും തീർന്നു പോയില്ല എന്ന് പറയുന്നത്, കുറഞ്ഞു പോയില്ല. ഏറ്റവും ആവശ്യമുള്ള മൊത്തം നിറവേറ്റി തരുന്നത്. ഞാൻ എനിക്കൊരു വീട് വന്ന പൊക്കത്തിലെ വീടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചെറിയ പ്രയാസമൊക്കെ എല്ലാവരും വന്ന് പറയാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ആലോചിക്കും, ഇത്ര ഐശ്വര്യം ദൈവം ഒരുക്കി തന്ന സ്ഥലം വേറെ ഉണ്ടോ? 10 മിനിറ്റ് യാത്ര ചെയ്ത് എനിക്ക് എന്റെ ജോലി സ്ഥലത്തെത്താം, നടന്നു പോയാൽ എന്റെ ഭാര്യയ്ക്ക് ജോലി സ്ഥലത്തെത്താം. ഇത്രയും ക്ലോസ് ആയിട്ടൊരു സ്ഥലത്ത് വീട് കർത്താവ് മുൻകൂട്ടി കണ്ടു വെച്ചിട്ടാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയുള്ള ജോലി അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ജോലി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്നും മനസ്സിലായില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു തന്ന സ്ഥലം പോയി മേടിക്കുകയാണ് ചെയ്തത്. ഏതാ വില? എല്ലാ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയ ദൈവം ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികളെ നമുക്ക് മനസ്സിലാകാതിരിക്കുക. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കലക്കേണ്ട കാര്യമില്ല, ദൈവത്തിലൊന്ന് വിശ്വസിക്കേ, ദൈവത്തിലൊന്ന് വിശ്വസിച്ചേ. കർത്താവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, റെഡിയാക്കി അവിടെ ഓൾറെഡി അവിടെ ഉണ്ട്. നമുക്കൊരു ക്വാളിഫിക്കേഷൻ വരാൻ വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത്. നമ്മളൊക്കൊന്ന് ഒരുങ്ങാണ്ട്, ആ വീട്ടിൽ പോകാൻ വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങാണ്ട്, ഒന്ന് ഡ്രസ്സ് മാറി ഒന്ന് ഒരുങ്ങേണ്ട സമയം വേണ്ടു. നമ്മൾ ഗെറ്റ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് എൻട്രി ചെയ്യാം, ഒരു തടസ്സവും ഇല്ല. അങ്ങനെയാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. 4-മത്തെ കാര്യങ്ങളിലേക്ക് പോവാം. 4-മത്തത് ഭീഷണി വരുമ്പോൾ അല്ലെങ്കിൽ നിന്ന് വരുമ്പോൾ പരിഹാസം വരുമ്പോൾ നമ്മുടെ ഉള്ളം കലങ്ങും. ശരിയാണോ? ഒരു ഭീഷണിയോ നിന്നയോ പരിഹാസമൊക്കെ ആൾക്കാർ പറയുമ്പോഴാണ് നമ്മൾ ഈ കലങ്ങി പോകുന്നത്. ഈ കുട്ടികളില്ലാത്ത ആൾക്കാരോട് അവർക്കറിയാം മക്കളില്ലാന്ന്, മക്കൾ അവർക്ക് ജനിച്ചിട്ടില്ലാന്ന്. പക്ഷേ കാണുമ്പോൾ ചോദിക്കും എത്ര മക്കളുണ്ട്? അത് അവരുടെ വായിന്നൊന്നും കേൾക്കണം. നിങ്ങൾക്ക് മക്കളായിട്ടില്ല എന്ന് പറയണമെന്ന് കേൾക്കാൻ വേണ്ടിയുള്ള മലയാളിയുടെ സ്വഭാവം. മക്കളായിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് അത് ചോദിക്കും. ഇതുവരെ ആയില്ലേ? ഞങ്ങളുടെ മോക്ക് ഇതേപോലെ വന്നിട്ട് നിങ്ങൾ കൊരട്ടിമുത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോഴാണ് ഉണ്ടായത്, നിങ്ങളും പോയിട്ട് നോക്കിക്കോന്ന് പറയും. അതേ കേൾക്കുമ്പോൾ നമ്മൾ തകർന്നു പോവുക. നമ്മൾ ഈ വിശ്വാസത്തിൽ വന്ന കാര്യങ്ങളൊക്കെ നിന്നിട്ടും നമ്മുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേട്ടില്ല. അവർ പറഞ്ഞ് കേട്ടിട്ട് ഇനി അവരോട് എന്ത് മറുപടി പറയുമെന്ന് അറിഞ്ഞൂടാ. അന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമോ? ഈ ഒരു നിന്ന മതി, ഒരു പരിഹാസം മതി, ഒരു അപമാനം മതി, വളരെ അങ്ങ് കലങ്ങിപ്പോവും, വളരെ പ്രയാസത്തിലാവും. ഇത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരും കലങ്ങിപ്പോവും. കർത്താവെ എന്താന്ന് ചോദിക്കും. ഈ നിന്നയും പരിഹാസമൊക്കെ വരുമ്പോൾ കലങ്ങിപ്പോവും. നല്ലൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാൻ പറ്റും. ശക്തനായിരുന്നു സമസ്വഭാവമുള്ള മനുഷ്യനായ ഏലിയാവ്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തില്ല, അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു എന്ന് പറയുന്നു. രാജാവിൻ്റെ അടുത്ത് പോയി പറയാനുള്ള ധൈര്യമുള്ള മനുഷ്യൻ. അവൻ പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി എന്ന് പറയുന്നു. മനസ്സിലായോ? ദൈവനാമം വെളിപ്പെടുത്തിയ മനുഷ്യനാണ്. പക്ഷെ ഇസ്രായേലിന്റെ വാക്ക് കേട്ടപ്പോൾ, ഭീഷണി കേട്ടപ്പോൾ കലങ്ങിപ്പോയി, സംശയം ഉള്ളി വന്നു.
എന്നിട്ട് പറഞ്ഞു ഇനിയും എനിക്ക് ശുശ്രൂഷയൊന്നും ഇല്ലാന്നങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് പറയാ ഇപ്പൊ മതി യഹോവേ എന്റെ പ്രാണനെ. ഈ ഉള്ളം കലങ്ങുമ്പോ ഇതുവരെ ഉണ്ടായിരുന്നേക്കാൾ വലിയ പ്രശ്നം എപ്പോഴാണെന്നറിയോ? നിന്ദിക്കുമ്പോഴാ, അല്ലെങ്കിൽ ഒരു ഭീഷണി വരുമ്പോ, നമ്മളെ പരിഹസിച്ച് കഴിക്കുമ്പോ നമുക്ക് മരിച്ചാൽ മതി എന്നങ്ങ് തോന്നും. ദൈവം തന്ന ആയുസ്സൊന്നും വേണ്ട, ഇതോടുകൂടെ എല്ലാം തീർന്നു, ഞാനങ്ങ് പോയാ മതി എന്നൊരു തോന്നൽ വരും. തോന്നിയിട്ടില്ലേ? എത്രയോ പേർക്ക് തോന്നിയിട്ടുണ്ട്. കർത്താവേ ഞാനങ്ങ് തീർന്നു പോയാൽ മതിയായിരുന്നു, ഇഞ്ചി ഇത് കേട്ട് വയ്യ എന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് നിരാശ വരും. അങ്ങനെ വരാൻ പാടില്ല. അതിന് കർത്താവ് പറഞ്ഞത് എന്താ മറുപടി? നാളെക്കുറിച്ച് നമ്മുടെ പ്രശ്നം ഇതാ. നാളെ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നാളെ ഈ വിഷയത്തിൽ ഞാൻ എന്ത് മറുപടി പറയും? ഈ വിചാരം കൊണ്ടാണ് നിങ്ങൾ കലങ്ങി പോകുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ജീവനായിട്ടും ശരീരത്തിനായിട്ടും കൊണ്ടുള്ള ചിന്തകൾ വന്നിട്ട് നമ്മളങ്ങ് ഭാരപ്പെടും. നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം നീളം കൂട്ടാൻ പറ്റില്ല. ഉയരം കുറഞ്ഞ ഒരാൾക്ക് 3 അടിയുള്ള ആള് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, അവന്റെ ചിന്ത എപ്പോഴും എനിക്ക് നീളം കിട്ടണമെന്ന് ആഗ്രഹം, നീളം കൂടി വരാൻ വേണ്ടി. അതിന് വല്ല മരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുന്ന് എത്ര വില കൊടുത്ത് മേടിക്കും. വല്ലയിടത്തും കെട്ടി കഴിഞ്ഞാൽ ഒന്ന് തൂങ്ങിക്കിടന്ന് ആടി നോക്കും, നീളം വെച്ചെങ്കിലും എന്ന് ഓർത്ത് എക്സസൈസ് മുഴുവൻ ചെയ്ത് നോക്കും. പക്ഷെ എത്ര ഉത്സാഹിച്ചാലും ഈ പൊക്കമൊന്നും കൂടി വരില്ല. അസംബ്ലിയിൽ നിൽക്കുമ്പോൾ പാസ്റ്റർക്ക് തോന്നിയിട്ടില്ലേ, ഈ ഫ്രണ്ടിൽ വന്നിരിക്കണ നേരം ഒന്ന് ബാക്കിൽ പോയി നിന്നാ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ടാവും. ഒരു 5 അടി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ തോന്നുന്ന പ്രശ്നമാണ്. ആകെ 2-3 ഇഞ്ചിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഫ്രണ്ടിലായി പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. അതിനുവേണ്ടി എത്ര ചാടി നോക്കിയാലും പൊക്കമുള്ള ഷൂ മേടിച്ചിട്ടാലും കാര്യമൊന്നും നടക്കില്ല. നീ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുന്ന പറയും. ഇതാ കർത്താവ് പറഞ്ഞത്. നിങ്ങൾ വിചാരപ്പെടുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആ ചിന്ത അങ്ങ് വിട്ടേരെ. നാളെ കുറിച്ചുള്ള കാര്യമൊക്കെ ആര് നോക്കും? ദൈവം നോക്കിക്കോളും. ഈ ലജ്ജയിൽ നിന്ന് അപമാനമൊക്കെ കർത്താവ് മാറ്റിത്തരും. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് വന്നിട്ട് തട്ടി ഉണർത്തിയിട്ട് ഒരു ദൂത് പറയുന്നത്, ഈ അട തിന്നോളാൻ പറയുന്നു. ഏലിയാവിനോട് തട്ടി ഉണർത്തിയിട്ട് ഒരു അടയും വെള്ളമൊക്കെ കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? ഈ ബലത്തോടെ സ്തോത്രം. ഇനി നിനക്ക് ബഹുദൂരം ഓടുവാനുണ്ട്. ബഹുദൂരം ഓടാൻ കിടക്കുക. നമ്മൾ എന്തെങ്കിലും തീർന്നുന്നാ അല്ല, ഇനി ബഹുദൂരം കിടക്കുക. ബഹുദൂരം ഇനിയും കിടക്കുക. പക്ഷെ ഇന്ന് ഈ അട നിന്നോളണം, ഈ വചനത്തിന്റെ അട നിന്നോളണം ധൈര്യത്തോടെ. ഇത് ദൂതായിട്ട് കൊണ്ടുവന്ന, ദൈവം കൊണ്ടുവന്ന ദൂതാ. ഇതൊന്ന് ധൈര്യത്തോടെ തിന്നിട്ട് ആ വെള്ളം ഒന്ന് കുടിക്കണം, ആത്മാവിന്റെ ജലം ഒന്ന് കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് ആരാധിക്കാൻ സമയം തരാതെ ഞാൻ മുന്നോട്ട് പോയതാ. നമുക്ക് അവസാനം ഒന്ന് ആരാധിക്കണം. അതെന്തിനാണെന്നറിയോ? ജീവജല നദി ഒഴുകുന്നുണ്ട്, അതൊന്നൊന്ന് കുടിക്കണം. അത് കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ ബലം കിട്ടാൻ പോവുക. ഇപ്പോഴുള്ള ഈ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, ഈ കലങ്ങിയ ക്ഷീണവും സംശയം പങ്കിട്ടുള്ള ആ ക്ഷീണവും ആ നിരാശയൊക്കെ ഉണ്ടല്ലോ, അത് മൊത്തം പോകുന്ന രീതിയിൽ നമ്മൾ പാടി ആരാധിച്ചിട്ട് അവസാനിപ്പിക്കും. സ്തോത്രം. 5-ാമത്തെ ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്താം. ആഗ്രഹിച്ചത് പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. ഞാൻ വിചാരിച്ചത് ഇന്ന പോലെ കാര്യങ്ങൾ നടക്കുന്ന, അതുപോലെ കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? സംശയം പൊങ്ങി വരും, ഉള്ളം കലങ്ങും ചെയ്യും. ഉദാഹരണമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയാം. യോനാ പ്രവാചകന് ദൂത് കിട്ടി, അരുളപ്പാട് കിട്ടി. എന്തുകൊണ്ടാ നിനവേലേക്ക് പോകാഞ്ഞേ? വേറൊന്നും കൊണ്ടല്ല, വാർത്ത കേട്ടിട്ടാ. നിനവേലെ ആൾക്കാർ അത്ര ക്രൂരന്മാരാ. അതുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചത്. എങ്ങനെ ക്രൂരന്മാരെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ജീവനോട് തോലുരിച്ചിട്ട് വെലുത്തിടും. അവർക്ക് ദേഷ്യം വന്നാൽ അവരെ ജീവനോടെ മച്ച മനുഷ്യന്റെ തോലങ്ങ് പിച്ച് കീറി വെലുത്തിട്ട് കിടന്ന് കിടന്നോളണം. ഓരോ ഇഞ്ചിഞ്ചായിട്ട് വെട്ടി നുറുക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ യോനയ്ക്ക് വേഴിയായി. ഞാൻ എവിടെയെങ്കിലും പോയി പറഞ്ഞോളാം. എന്നെ ചെല്ലണതിന് മുമ്പ് അവർ മാന്തി പറിച്ച് പറയാൻ പോകുന്നത് എന്താ? ദൈവം നശിപ്പിക്കാൻ പോകുന്നതായി പറയാൻ പോകുന്നത്. ഇവര് വെറുതെ വിടും. ഈ ക്രൂരന്മാരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചെന്ന് പറയാ, അല്ലല്ലോ മാനസാന്തരം ഞാൻ നിങ്ങളെല്ലാവരും നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് ആരാടാ പറഞ്ഞ് നശിച്ചു പോകും? എന്നാ നിന്നെ തോലി ഞാൻ പൊളിക്കാന്ന് പറഞ്ഞ് അവര് നിന്ന് മാന്തി പൊളിച്ചിടും. ഇത് ഓർത്തപ്പോ ബ്രിട്ടൻകാരുടെ കപ്പൽ കണ്ടപ്പോൾ അതിൽ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു കപ്പൽ കണ്ടു. അവസാനം നിനവേ പോയില്ലേലും വേണ്ടില്ല, കടലിൽ ഞാൻ ചാടി ചത്താലും മതി എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. എന്നെ എടുത്തിട്ടോ കടലിലേക്ക്, എന്നെ എടുത്തിട്ട്
ഈ തോല് പൊളിച്ച് ചാവണേക്കാളും നല്ലത് കടലിൽ മുങ്ങി മരിക്കുന്നത് നല്ലതെന്ന് തോന്നി. പക്ഷെ കർത്താവ് സമ്മതിച്ചില്ല. കർത്താവ് അവരെ കൊണ്ടെത്തി കരയിലെത്തിക്കാൻ വേണ്ടി അവിടെ കപ്പൽ ഒരുക്കി വെച്ചേക്കായിരുന്നു. വെള്ളത്തിലെ കപ്പൽ, കർത്താവ് ഒരുക്കിയ കപ്പൽ അവിടെ ഒരുക്കി വെച്ച് അതിനകത്തേക്ക് അകത്ത് റൂമിലേക്ക് പ്രവേശിച്ച് അവിടെ ചെന്ന് അവിടെ എത്തി. ഇതൊക്കെ ദൈവത്തിന് അറിയായിരുന്നു, ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്നും അറിയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യോനെ ദൂത് ഏൽപ്പിച്ചത്. അനുസരിക്കാത്തവനെ എന്താ ദൈവം ഏൽപ്പിച്ച് വേറെ വല്ലവരെ ഏൽപ്പിക്കായിരുന്നില്ലേ? അമിതായിയുടെ മകനെ തന്നെ ഏൽപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? വേറെ വല്ലവരെ ഏൽപ്പിക്കായിരുന്നില്ലേ? കർത്താവിനെ അറിയില്ലേ? എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കർത്താവിന്റെ കപ്പലിൽ കയറിയിട്ട് ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ യോനയുടെ ഷേപ്പ് മാറി. ഉപ്പിലിട്ട കണ്ണിമാങ്ങ പോലെ എന്ന് ഞാൻ പറയാറ്. വെള്ളത്തിൽ തുണി കുറേ നേരം കഴുകി കഴിഞ്ഞാൽ കൈയിൻ്റെ ഒക്കെ ചുക്കി ചുളിയെന്ന് കണ്ടിട്ടില്ലേ? സോപ്പ് പോലെയാണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ ആസിഡൊക്കെ ഉള്ള മീൻ്റെ വയറ്റിൽ കിടന്ന മനുഷ്യനൊന്നും ആലോചിച്ച് നോക്കിയേ. കണ്ണിമാങ്ങ ഉപ്പിലിട്ടതുപോലെ ചുക്കി ചുളിഞ്ഞ് ഒരു സ്പെഷ്യൽ രൂപമായിട്ടുണ്ട്. ഈ ആസിഡൊക്കെ ചെന്ന് മുഖത്തൊക്കെ പല കളറുമായിട്ടുണ്ട്. ഒരു വിചിത്ര രൂപത്തിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു, യോന പറഞ്ഞു, അല്ലല്ല, നിങ്ങളെ മാനസാന്തരം പറ്റില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ച പോലെ നിങ്ങളെ ശിക്ഷിക്കൂ. അവര് പേടിച്ചു നോക്കി, ഈ നിലയ്ക്ക് ശിക്ഷിക്കുവോ? ഒരു മനുഷ്യൻ ഈ രൂപത്തിലാകുമോ? വെറുതെയാണ് 1,00,000 ചില്ലാനും ആൾക്കാർ മാനസാന്തരപ്പെട്ടത്. നമ്മൾ വിചാരിച്ച് യോനയുടെ പ്രസംഗം മൂത്ത് കയറി അവിടെ രോഗശാന്തി നടത്തിയിട്ടാണ് മാനസാന്തരപ്പെട്ടത്. നല്ല സ്വന്തം അനുഭവം നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഈ അനുഭവത്തിൽ വന്നാലേ മാനസാന്തരപ്പെടുകയുള്ളൂ. എല്ലാവരും മാനസാന്തരപ്പെട്ടു. ജട്ടിലും വെണ്ടൂരിലിരുന്നു. ഇതിനു വേണ്ടിയാണ് ദൈവം ഈ പദ്ധതി ഒരുക്കിയത്. നിന്നെ അനുസരണയില്ലാതെ വന്ന അനുഭവമൊക്കെ വന്നില്ലേ? നീ കുറച്ച് തെറ്റു വന്നില്ലേ? നിരാശപ്പെടണ്ട. അതിലൂടെ ദൈവം നിന്നെ ഒരു പാഠം പഠിപ്പിച്ചെങ്കിൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം ഇച്ഛിച്ചിട്ടാ നിന്നെ ഉപയോഗിച്ചത്. നിനക്കൊരു ദൂത് തന്നത്, നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടം തന്നത്, ഒരു പ്രയാസം തന്നത്, അനേകർക്ക് നീ ഒരു അത്ഭുത വിഷയമാക്കേണ്ടതിന് വേണ്ടിയാ ദൈവം ഒരുക്കിയത്. വിശ്വസിക്കേ, അത്ഭുത വിഷയമാക്കാൻ പോകുക. നീ മൂലം ദൈവത്തിന്റെ വലിയ പദ്ധതി നടക്കാൻ പോവുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പത്രോസ് പ്രസംഗിച്ച 3000 പേരെ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടുള്ളൂ. നമ്മളത് എപ്പോഴും പറയാറ്. ഞാൻ അത്ഭുതത്തോടെ പറയാറ്, 1,00,000 ചില്ലാനും പേര്, ഒരു നഗരം മുഴുവൻ, ഒരു ദേശം മുഴുവൻ, ഞാനൊന്നും കൂടെ പറയുകയാണെങ്കിൽ ഒരു രാജ്യം മുഴുവൻ മാനസാന്തരപ്പെടുത്താൻ ഒരു മനുഷ്യന്റെ പ്രസംഗം ഉപയോഗിച്ച്. പക്ഷെ യോന പ്രതീക്ഷിച്ചതൊന്നല്ല. എനിക്ക് ഇത്രയും കിട്ടിയില്ലേ? ഇവര് തോല് കുറെ പേരെ പൊളിച്ചിട്ടുണ്ട്, കുറെ പേരെ വട്ടനെ നുറുക്കിയിട്ടുണ്ട്, മീൻ നുറുക്കണ പോലെ കഷ്ണം കഷ്ണാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇവന്മാർക്ക് 2 അടിയെങ്കിലും കൊടുക്കാതെ ഇത്ര വേഗം ദൈവം മാനസാന്തരം അംഗീകരിക്കുന്ന യോന സ്വപ്നത്തിൽ വിചാരിച്ചില്ല. പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ ഉള്ളത്തിൽ സംശയം പൊങ്ങി, ഉള്ളം കലങ്ങി. എനിക്ക് മതിയായി, ഈ ദൈവത്തിന്റെ ദൂതും കൊണ്ട് ഇനി ഞാൻ എവിടേക്കുമില്ല. ദേവദാസന്മാർക്ക് വരുന്ന പ്രശ്നം നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ദൂതും കൊണ്ട് ഈ ഉപദേശി പഠിക്കുകയില്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറയാം, നിന്നെ കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. നിനക്ക് വേണ്ടി ഇനിയും ഞാൻ പ്രവർത്തിച്ചു തരാം. ഇതുവരെ നിനക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്തു തരാം. ഒരു ആവണക്ക് ആ നേരത്ത് അവിടെ സൃഷ്ടിക്കപ്പെട്ട് ടപ്പോ എന്ന് പറഞ്ഞാണ് ആവണക്ക് വലുതാവുന്നത്. നിന്ന് നിപ്പിൽ വലുതായി തണൽ വൃക്ഷമായിട്ട് മാറി. നീ ഈ വെയിലും കൊണ്ട് ഈ ചൂടും കൊണ്ട് നീ ഇവിടെ കിടന്ന് പൊരിഞ്ഞ് വിഷമിക്കണ്ട. നിനക്ക് തണലും ആശ്വാസവുമായിട്ട് ആ രാവണക്കിനെ അപ്പം തന്നെ സൃഷ്ടിച്ചാക്കി. പക്ഷെ നീ അവിടെ എപ്പോഴും കർത്താവിനോട് ദേഷ്യപ്പെടരുത്. യോന അവിടെ കിടന്ന് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെയാണ് പരാജയം നമുക്ക് പറ്റുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഒരിക്കൽ നന്മ മനസ്സിലാക്കണം. നമുക്ക് പ്രതിസന്ധി വന്നു, ഭാരം വന്നു, ആഗ്രഹിച്ച പോലെ കാര്യം നടന്നില്ല, നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ നടന്നെന്നും പറഞ്ഞ് നമ്മൾ സംശയം പൊങ്ങണ്ട, ഉള്ളത് കലങ്ങേണ്ട കാര്യമില്ല. ദൈവവചനത്തിലേക്ക്, ദൈവശബ്ദത്തിലേക്ക് ഒന്ന് വന്നാൽ മതി. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ഇനിയും ചെയ്യും. അവിടെയാണ് വിശ്വസിക്കുന്നത്. ഇനി കുറച്ച് പരിഹാര മാർഗങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഒരു 7 കാര്യം പറഞ്ഞാൽ ഞാനിവിടെ അവസാനിപ്പിക്കാം. അത് വിശദീകരിക്കാതെ പെട്ടെന്ന് പറയാം. നമ്മുടെ കുരുവാക്യത്തിലേക്ക് തന്നെ വരാം. ലൂക്കോസിന്റെ 24-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരാം. ലൂക്ക് ചാപ്റ്റർ 24 verse 39. ഞാൻ തന്നെ ആകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവിനെന്നെ തൊട്ടു നോക്കുവേൻ. മതി. അവിടെ 2 കാര്യം പറയാണ്. ഞാൻ തന്നെ ആകുന്നു, എന്റെ കൈയും കാലും നോക്കി അറിയൂ. ഉള്ളം കലങ്ങാതെ, വിചാരപ്പെടാതെ ഈ സംശയമൊക്കെ മാറണമെങ്കിൽ ഇടയ്ക്ക് കർത്താവിന്റെ കൈയും കാലും നോക്കി ഒന്ന് അറിയണം. കർത്താവിന്റെ എന്താ കൈയും കാലും നോക്കി കാണാൻ കഴിയുന്നത്? ആണിത്തോള വേണമുണ്ട്. ബാക്കി മുറിവൊന്നുമില്ല.
നിനക്ക് ഓർക്കാനും പഠിക്കാനും വേണ്ടി ആണിത്തോളം മാത്രം ഇന്നും നിലനിർത്തിയിരിക്കുക. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിതാവേതാ പുത്രനേതാ പരിശുദ്ധാത്മാവേതാ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരില്ല. അവർ തുല്യരാ, തേജസ്സിലും തുല്യരാ. പക്ഷെ കൈയൊന്ന് കണ്ടാൽ, ആ പാദങ്ങളൊന്ന് കണ്ടാൽ നമ്മൾ തിരിച്ചറിയും, ഇതാണ് എൻ്റെ യേശു. അത് നമ്മളൊന്ന് കണ്ടറിയണം. എന്തിനാ ഇടയ്ക്കൊന്ന് കാണണമെന്നറിയാമോ? എന്നെ സ്നേഹിച്ചോണ്ടല്ലേ ഈ തൊള, ഈ കൈയിന് ഓട്ട കിടക്കുന്നത് എന്നെ സ്നേഹിച്ചിട്ടല്ലേ. എന്നെ സ്നേഹിച്ചിട്ടല്ലേ കൈയിനും കാലിനും ഈ തൊള കിടക്കുന്നത്. എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ ജീവൻ നൽകി സ്നേഹിച്ച എന്റെ യേശു എന്നെ കൈവിടില്ല. എന്റെ യേശു എന്നെ ഇത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മയും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. കർത്താവേ തന്ന എല്ലാ നന്മയ്ക്കായി സ്തോത്രം. കർത്താവ് ഇതിന് എനിക്ക് അർഹതയില്ല, യോഗ്യതയില്ല. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ പറയും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണുമായിരിക്കും. കർത്താവേ ഇത് അങ്ങയുടെ സ്നേഹം നിമിത്തമാണ് ലഭിച്ചതെന്ന് ഞാൻ തിരിച്ചറിയുന്നതാ. അങ്ങയുടെ സ്നേഹത്തിൽ എന്നും വസിപ്പാൻ എന്നെ ശക്തിയില്ലെന്ന് ഞാൻ പ്രാർത്ഥനയിൽ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അല്ലെങ്കിൽ ഇനി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചാലും മതി. ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കാര്യമാണ്. കാരണം അത് എനിക്ക് എന്നെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കറിയാം എൻ്റെ അർഹതയുടെ യോഗ്യതയുടെ ഒരു കാര്യവും എനിക്ക് ലഭിച്ചിട്ടില്ല. എനിക്കൊരു അർഹതയില്ല, യോഗ്യതയില്ല. അതുകൊണ്ടല്ല ലഭിക്കാൻ. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മയുടെയും പിന്നിൽ കാരണം ദൈവം എന്നെ സ്നേഹിച്ചു. എന്നെക്കാൾ എത്രയോ യോഗ്യതയുള്ള ആൾക്കാരുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഒരു നന്മയും ലഭിക്കാതെ വേണം. എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ മധ്യത്തിലെ ദൈവം എന്നെ സ്നേഹിച്ചെങ്കിൽ ആ മഹാസ്നേഹം തിരിച്ചറിയുമ്പോൾ അത് നിന്ന് ഓർമ്മ വരണമെങ്കിൽ അവന്റെ കൈയും കാലും ഒന്ന് നോക്കണം. അടുത്തത് എന്നെ തൊട്ട് നോക്കുകയും. ഇന്ന് തൊടുന്ന ദിവസമാണ്. കർത്താവിനെ ഒന്ന് സ്പർശിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. പ്രശ്നത്തിന് പരിഹാരം വരുത്താം. 12 സംവത്സരമായ വിഷയത്തിന് പരിഹാരം വരാൻ വേണ്ടി ആ സഹോദരിയുടെ മനസ്സിൽ ഒരു വിശ്വാസം കയറി വന്നു. വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ മതി, ഒന്ന് തൊട്ടാൽ മതി. ഇന്ന് നമ്മൾ തൊടാൻ പോവുകയാണ്. കർത്താവേ എങ്ങനെ തൊടുന്നറിയോ? വിശ്വാസത്തോടെ അവനെ ഒന്ന് തൊടണം. ഞാനത് എപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട്. തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ ബന്ധിക്കുന്നതാണ് തൊടുക എന്ന് പറയുന്നത്. കർത്താവിനെ പ്രാർത്ഥന മൂലം ഒന്ന് സ്പർശിക്കുന്നതാണ് ഈ തൊടല്. ഞാനത് പറയാറുണ്ട്. കർത്താവിന്റെ പുറത്ത് കിടക്കുന്ന പ്രയർ ഷാളാണ്, ആ പ്രയർ ഷാളിന്റെ തൊങ്ങലാണ് ഈ തൊടുന്നതെന്ന് പറയുന്നത്. ദൈവന്മാർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പ്രയർ ഷാളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഒന്ന് തൊടണം, പ്രാർത്ഥനയിൽ ഒന്ന് സ്പർശിക്കണം. എന്താ സ്പർശിക്കാനുള്ളത്? വിശ്വാസമാണ് അതിൽ കൊണ്ടുവരാനുള്ളത്, സ്നേഹമാണ് അതിൽ കൊണ്ടുവരാനുള്ളത്, പ്രത്യാശയാണ് അതിൽ കൊണ്ടുവരാനുള്ളത്. 3 കാര്യം വന്നാൽ പ്രാർത്ഥന വിജയിച്ചു. വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ഇവയിൽ വലുതോ സ്നേഹമാണ്. എന്താ സ്നേഹം? എങ്ങനെ സ്നേഹം വരുന്നത്? അവന്റെ കൈയും കാലും ഒന്ന് നോക്കണം. കൈയും കാലും നോക്കിയാൽ നമുക്ക് സ്നേഹം വരും. എന്നിട്ട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതിന്റെ 45-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതിനാണ് തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ. ഇന്ന് ഈ വിഷയത്തിന് കർത്താവ് ബുദ്ധി തുറന്നു തന്നതാണ്. മന്ദബുദ്ധി ഇനി ആകേണ്ട കാര്യമില്ല. മന്ദബുദ്ധികളെ പോലെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളെ ബുദ്ധിയെ തുറന്നു തന്നിരിക്കുക. സംശയം പോയിട്ടെ, സംശയങ്ങളെല്ലാം പോയില്ലേ? സംശയങ്ങളെല്ലാം മാറാത്തൊക്കെ ഉണ്ട്. കർത്താവ് നമ്മൾക്ക് വേണ്ടി ജീവനുള്ള ദൈവം തന്നെയാണ്. ബുദ്ധിയെ തുറന്നു തന്നു. 4-ാമത്തെ കാര്യം പറയാം. 49-ാമത്തെ വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ ഗ്യാരണ്ടി. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തത് നിങ്ങളുടെ മേലായിരിക്കും. ഞാൻ കോൺഗ്രസിലല്ല സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. കോൺഗ്രസിലെ പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുന്നത്. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തം എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ഉവ്വ് എന്ന് തന്നെയാണ്. കുടുംബത്തിന് വേണ്ടിയുള്ള വാഗ്ദത്തം ദൈവം അയക്കും, അയക്കും, അയക്കും. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എന്റെ ദൈവം തന്റെ വാഗ്ദത്തം എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിലേക്ക് അയക്കുന്നുണ്ട്, അയക്കും. അടുത്ത വരി പറയുന്നത് നിങ്ങൾ ശക്തി ധരിക്കും. നിങ്ങൾ ശക്തി ധരിക്കാൻ പോവുക. അതെന്തിനാ ഇപ്പൊ ഒരു ശക്തി? ശക്തി ചോർന്നില്ലേ? എപ്പോഴാണ് ചോർന്നെന്ന് അറിയോ? ഉള്ളം കലങ്ങി സംശയം പൊങ്ങിയ വലിയ ശക്തി ഉണ്ടാവും. കയ്യടിക്കോ? കയ്യടിക്കില്ല. പ്രാർത്ഥിക്കോ? അതുമില്ല. എല്ലാം മങ്ങി മങ്ങി പോകും. 50-ാമത്തെ വാക്യം. കൈ ഉയർത്തി അനുഗ്രഹിച്ചു. ഇതെല്ലാം മാറാൻ വേണ്ടി കർത്താവ് ചെയ്യുന്ന കാര്യം. തുടക്കത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ആ സമാധാനത്തിന്റെ ഒരു അനുഗ്രഹം ഇന്ന് കൈ ഉയർത്തി കർത്താവ് അനുഗ്രഹിക്കുക. ഈ സമാധാന സന്ദേശത്തില് എനിക്ക് പറയാനുള്ളത്, ഈ രാത്രിയിലെ സന്ദേശത്തിൽ എനിക്ക് പറയാനുള്ളത്, കൈ ഉയർത്തി എന്റെ ദൈവം ഈ ഭവനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ ഓരോ കുടുംബത്തെയും എന്റെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു.
ദൈവമക്കളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഉയർന്ന കരം ഒന്ന് കണ്ടാട്ടെ. ആ കരം ഉയർന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് കരം ഉയർത്തിയിരിക്കുന്നത്? അവൻ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിന്റെ 52, 53 വാക്യം വായിച്ച 7ാമത്തെ കാര്യം കിട്ടും. അവർ മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. മഹാസന്തോഷം വന്നു. ഇതുവരെ എന്തായിരുന്നു സംശയം? ഉള്ളം കലങ്ങിയ അവസ്ഥയായിരുന്നു. കർത്താവിന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോ സംശയമൊക്കെ മാറി. എന്താ കിട്ടാൻ പോകുന്നത്? മഹാസന്തോഷം. ആ മഹാസന്തോഷത്തോടെ നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലോ? എല്ലാ കാര്യങ്ങളും ഒന്ന് ചലിച്ച് കാര്യങ്ങൾ അടിച്ചു തുടങ്ങിയാൽ പാട്ടിന്റെ വഴി നമുക്ക് മാറാം. ഓ ഗ്ലോറി ഗ്ലോറി.